രാമായണം എന്ന മഹാകാവ്യത്തിൽ പ്രതിപാദിക്കുന്ന ശ്രേഷ്ഠയായ ഒരു സ്ത്രീയും അപ്സരസിന്റെ ഗർവടക്കുന്നതിനായി ബ്രഹ്മദേവനാൽ സൃഷ്ടിക്കപ്പെട്ട അതിസുന്ദരിയായ ഒരുവളാകുന്നു അഹല്യ. ഇന്ദ്രന്റെ സദസ്സിലെ ഏറ്റവും സുന്ദരിയായ അപ്സരസും അപ്സരസുകളിലെ പ്രഥമ സ്ഥാനമുള്ളവളുമായ ഒരുവളാകുന്നു ഉർവശി. എന്നാൽ ഉർവശിക്ക് തൻ്റെ സൗന്ദര്യത്തിലും ആകാരവടിവിലും അതിയായ ഗർവ് ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ബ്രഹ്മദേവനാൽ അതിനൊരു മറുപടി എന്നോളം അദ്ദേഹം ജലത്തിൽ നിന്നും അതിസുന്ദരിയായ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. അവളാകുന്നു അഹല്യ. അവളെ പുരുവംശരാജാവായ മുദ്ഗലന്റെ സമക്ഷം വളർത്താനായി ഏൽപ്പിച്ചു. അഹല്യ കൊട്ടാരത്തിൽ രാജകുമാരിയായി കഴിഞ്ഞു. പിന്നീട് അവളെ ഋഷികളിൽ ശ്രേഷ്ഠനായ ഗൗതമ മഹർഷിക്ക് കന്യാദാനമായി നൽകി. അഹല്യയും ഗൗതമനും സുഖമായും സന്തോഷമായും ജീവിച്ചു. അവർ തപസ്സും ധ്യാനവും ദാമ്പത്യ ജീവിതവും എല്ലാം വേണ്ട വിധത്തിൽ നയിച്ചുകൊണ്ട് വനത്തിൽ പർണശാല കെട്ടി അവിടെ കഴിഞ്ഞു. അങ്ങനെ സന്തോഷമായി കഴിയും കാലം അതിസുന്ദരിയായ അഹല്യയെ ദേവരാജൻ കാണാനിടയായി. അഹല്യയുടെ മനം മയക്കുന്ന സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ദേവരാജൻ അവളെ ഏത് വിധേനയും പ്രാപിക്കണമെന്ന ആഗ്രഹം മനസ്സിലുറപ്പിച്ചു. അതുപ്രകാരം പവിത്രയായ അവൾ ഒരിക്കലും പരപുരുഷനുമായി ബന്ധം സ്ഥാപിക്കുകയില്ല എന്ന നിശ്ചയമുള്ള ഇന്ദ്രൻ ഗൗതമ മഹർഷി സ്നാനത്തിനായും പ്രദോക്ഷ പൂജയ്ക്കായും എല്ലാ ദിനവും ഗംഗാനദിയിലേക്ക് ഗമിക്കുന്ന പതിവുണ്ടായിരുന്നു. അതുപ്രകാരം ഇന്ദ്രൻ തൻ്റെ ദിവ്യശക്തിയാൽ അതിശീഘ്രം തന്നെ സന്ധ്യാവേളയാക്കുകയും മഹർഷി ഗൗതമൻ സ്നാനത്തിനായി ഗമിക്കുകയും ചെയ്തു. ആ വേളയിൽ ദേവരാജൻ ഗൗതമരൂപിയായി അഹല്യയുടെ സമീപത്ത് പ്രത്യക്ഷനായി. അഹല്യ തൻ്റെ പതിയാണെന്ന് കരുതി അദ്ദേഹവുമായി രമിച്ചു. എന്നാൽ നദിക്കരയിൽ ചെന്ന ഗൗതമ മഹർഷി നദിയുടെ ഒഴുക്കും രീതിയും കണ്ടപ്പോൾ സന്ധ്യാവേളയായിട്ടില്ല എന്ന് മനസ്സിലാക്കി. ഇതേതോ മായാശക്തിയുടെ കേളിയാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തിരികെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹം ആശ്രമത്തിലെത്തിയപ്പോൾ അവിടെ തൻ്റെ പത്നി മറ്റൊരുവനുമായി ശയിക്കുന്ന കാഴ്ച കണ്ടു. ആ കാഴ്ച കണ്ട മാത്രയിൽ അതീവ കോപിതനായി അദ്ദേഹം. ആ കോപത്തിൻ്റെ ഫലമായി അദ്ദേഹം അഹല്യയെ ശപിച്ചു. പരപുരുഷനെ പ്രാപിച്ച നീ ശിലയായി തീരട്ടെ എന്നും ത്രേതായുഗം വരെ നീ ശിലയായി ജീവിച്ചുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ പാദസ്പർശനത്താൽ ശാപമോക്ഷം ലഭിക്കുമാറാകട്ടെ അഹല്യേ എന്ന് ഗൗതമനരുളി. മഹർഷിയുടെ ദൃഷ്ടിയിൽ പിന്നീട് പതിഞ്ഞത് തൻ്റെ രൂപത്തിൽ നിലകൊള്ളുന്ന ദേവേന്ദ്രനെയായിരുന്നു. അദ്ദേഹം അരുളി, ഹേ ദേവരാജൻ, ഒരു പവിത്രയായ സ്ത്രീയെ താങ്കളുടെ അതിമോഹത്താൽ ചതിച്ചു പ്രാപിച്ച നീ സഹസ്രഭകനായി തീരട്ടെ എന്നതായിരുന്നു ഇന്ദ്രന് നൽകിയ ശാപം. എന്നാൽ ദേവേന്ദ്രന് ലഭിച്ച ശാപം സർവവിനാശകരമാകുമെന്ന് മനസ്സിലാക്കിയ ദേവന്മാർ ഗൗതമ മഹർഷിയോട് അപേക്ഷിച്ചു ശാപം പിൻവലിക്കുവാൻ. അവരുടെ അപേക്ഷയിൽ ഗൗതമ മഹർഷി ഇന്ദ്രനെ സഹസ്രാക്ഷനായി മാറട്ടെ എന്ന് പറഞ്ഞു ശാപമോക്ഷം നൽകി. അഹല്യയാവട്ടെ ക്ഷണനേരം കൊണ്ട് ശിലയായി മാറി. കൃതയുഗം മുതൽ ത്രേതായുഗം വരെ ആ പാവം പതിവ്രത അറിയാതെ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചു. പിന്നീടുള്ള കാലം ഗൗതമ മഹർഷി തപസ്സിനായി ഹിമാലയത്തിലേക്ക് ഗമിച്ചു. കാലങ്ങൾ കഴിഞ്ഞു. ത്രേതായുഗം പിറവികൊള്ളുകയും ത്രേതായുഗേശനായ ശ്രീരാമചന്ദ്രൻ ഗുരുകുലവാസമെല്ലാം കഴിഞ്ഞ് ഗുരുവായ വിശ്വാമിത്രരോട് ചേർന്ന് സോദരനായ സുമിത്രാനന്ദനോടും ചേർന്ന് അഹല്യയുടെ വൃത്താന്തമറിഞ്ഞ് ഗൗതമാശ്രമം സന്ദർശിക്കുകയും ശിലയായി കഴിഞ്ഞിരുന്ന അഹല്യയ്ക്ക് അദ്ദേഹത്തിൻ്റെ പവിത്ര പാദങ്ങളുടെ സ്പർശത്താൽ ശാപമോക്ഷം നൽകുകയും ചെയ്തു. അതുപ്രകാരം അഹല്യയ്ക്ക് സ്വർഗം പ്രാപ്തമാകുകയും ചെയ്തു.